പ്ലസ് 1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് 1 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് 8 ചാപ്റ്റേഴ്സ് വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്റർ നമ്പർ 9 സീക്വൻസസ് ആൻഡ് സീരീസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു ചാപ്റ്റർ. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അതിന്റെ തുടർച്ചയാണ് ഈ ചാപ്റ്റർ സീക്വൻസസ് ആൻഡ് സീരീസ്. കുറച്ചുകൂടെ വിശദമായി ആ പോർഷൻസ് ഇവിടെ പ്ലസ് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് സീക്വൻസ്, എന്താണ് സീരീസ്? രണ്ട് സ്പെഷ്യൽ ടൈപ്പ് സീക്വൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ജോമെട്രിക് പ്രോഗ്രഷൻ, അവയുടെ ചില പ്രോപ്പർട്ടീസ്, ഒപ്പം ചില സ്പെഷ്യൽ സീരീസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ പോർഷൻ വളരെ സിമ്പിൾ ആണ്. എന്താണ് സീക്വൻസ്, എന്താണ് സീരീസ് തുടങ്ങിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നു. സോ വാട്ട് ഈസ് എ സീക്വൻസ്? എ സീക്വൻസ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഓർ ടേംസ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ according to some rule. So എന്താണ് സീക്വൻസ്? A sequence is an arrangement of numbers or terms in a definite order according to some rule. ചില റൂളിനെ ബേസ് ചെയ്ത് കുറേയധികം നമ്പേഴ്സ് ഒരു ഡെഫിനിറ്റ് ഓർഡറിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. ഒത്തിരി എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ബോർഡിലുണ്ട് 1 2 3 4 എക്സെട്ര. അതെന്താണ്? ഒരു സീക്വൻസിന് എക്സാമ്പിൾ ആണ്. ആക്ച്വലി അത് നാച്ചുറൽ നമ്പർ ആണ്, നിങ്ങൾക്ക് മനസ്സിലാകും. നെക്സ്റ്റ് 2 4 6 8 എക്സെട്ര, ഈവൻ നമ്പർ, അതും ഒരു സീക്വൻസ് ആണ്. നെക്സ്റ്റ് 2 4 8 16 എക്സെട്ര, അതും ഒരു സീക്വൻസ് ആണ്. നെക്സ്റ്റ് 1/2 1/4 1/8 എക്സെട്ര. നെക്സ്റ്റ് 3 33 333 3333 എക്സെട്ര, അതും എന്ത് തന്നെയാണ്? ഒരു സീക്വൻസ് ആണ്, ഒരു ഡെഫിനിറ്റ് ഓർഡറിൽ എഴുതി പോകുന്നു. നെക്സ്റ്റ് 2 3 5 7 11 എക്സെട്ര, പ്രൈം നമ്പേഴ്സ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സീക്വൻസസിന് എക്സാമ്പിൾ ആണ്. ഇനി പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരൂ എന്ന് ചിന്തിക്കേണ്ട, നെഗറ്റീവ് നമ്പേഴ്സും വരും. -5 0 5, അടുത്തെന്താണ് 10 എക്സെട്ര. ഇതും എന്ത് തന്നെയാണ്? ഒരു സീക്വൻസിന് എക്സാമ്പിൾ ആണ്. സോ സീക്വൻസസിന് ഒത്തിരി എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ സീക്വൻസസിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആദ്യത്തത് എന്താണ്? 1 ആഡ് ചെയ്ത് പോകുന്നു. രണ്ടാമത്തത് എന്താണ്? 2 ആഡ് ചെയ്ത് പോകുന്നു. നെക്സ്റ്റ് എന്താണ്? 2 ആഡ് ചെയ്താണോ പോകുന്നത്? അല്ല, ഒരു 2 മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. 2 × 2 4 4 × 2 8 8 × 2 16, 2 മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. നെക്സ്റ്റ് എന്താണ്? 1/2 മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. 1/2 × 1/2 1/4 1/4 × 1/2 1/8 എക്സെട്ര. ആദ്യത്തെ രണ്ടെണ്ണം എന്താണ്? ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്നതിന് എക്സാമ്പിൾ. അടുത്ത രണ്ടെണ്ണം എന്താണ്? ഒരു ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതിന് എക്സാമ്പിൾ. നെക്സ്റ്റ് 333 333 എക്സെട്ര, ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല. ഒരു ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല. എങ്കിലും അതെന്താണ്? ഒരു ഡെഫിനിറ്റ് ഓർഡർ അനുസരിച്ച്, ഒരു സ്പെഷ്യൽ റൂൾ അനുസരിച്ച് എഴുതി പോകുന്ന സീക്വൻസ് ആണ്. സോ വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സീക്വൻസ്. 333 അല്ലെ, 3 ഇങ്ങനെ ഒരു ടേം എക്സ്ട്രാ ആഡ് ചെയ്ത് പോകുന്നു. ആഡ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. 333 333, ഒരു 3 ഇങ്ങനെ എക്സ്ട്രാ വന്നുകൊണ്ടേയിരിക്കുന്നു. സോ അതും ഒരു സീക്വൻസ് ആണ്. നെക്സ്റ്റ് ഈ സീക്വൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രൈം നമ്പേഴ്സ് ആണെന്ന്, അത് വേറെ പ്രശ്നമില്ല. നെക്സ്റ്റ് ഇവിടെ എന്ത് തന്നെയാണ്? ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്താണ് പോകുന്നത്. ഏത് നമ്പർ ആണ്? -5. അടുത്തൊരു 5 ആഡ് ചെയ്യുമ്പോഴാണ് 0. നെക്സ്റ്റ് 5 ആഡ് ചെയ്യുമ്പോൾ 5, അഗൈൻ 5 ആഡ് ചെയ്യുമ്പോൾ 10. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്നു. കൺസിഡർ ദ ഫസ്റ്റ് സീക്വൻസ്. അതിലെ ഫസ്റ്റ് ടേം എന്താണ്? 1. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ദാറ്റ് ഈസ് എന്താണ്? T1. എങ്കിൽ സെക്കൻഡ് ടേമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? T2. തേർഡ് ടേമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? T3 എക്സെട്ര. എന്ത് ടേമിനെ? അല്ലെങ്കിൽ വേണ്ട, 10th ടേം, 10ാമത്തെ ടേമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? T ഇട്ടിട്ട് സഫിക്സിൽ 10. എങ്കിൽ എന്ത് ടേം എന്തായിരിക്കും? Tn എന്ന് പറയും. വീണ്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്, എക്സെട്ര ഇട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു സീക്വൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ T1 T2 T3 എന്ന് കൊടുത്തു. ചിലർ എന്താണ്? ഫസ്റ്റ് ടേമിനെ A1 എന്ന് റെപ്രസെന്റ് ചെയ്യും, സെക്കൻഡ് ടേം A2 A3 എക്സെട്ര. എങ്കിൽ എന്ത് ടേം എന്തായിരിക്കും? An എക്സെട്ര എന്ന് ഇട്ട് എഴുതാം. ഇനി ചിലർ എന്താണ്? നിങ്ങൾ 10ാം ക്ലാസ്സിൽ അങ്ങനെയാണ് പഠിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ടേം X1, സെക്കൻഡ് ടേം X2, തേർഡ് ടേം X3 എക്സെട്ര. എന്ത് ടേം എന്താണ്? Xn. ഇങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എങ്കിലും ഞാൻ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ടേം എന്ന് പറയുന്നത് ഈ Tn എന്ന നൊട്ടേഷൻ യൂസ് ചെയ്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടേം T1, സെക്കൻഡ് ടേം T2 എക്സെട്ര എന്ന് നമ്മൾ പരിഗണിക്കും. അത്രമാത്രം ജസ്റ്റ് ഒന്ന് അറിവിലേക്ക് വേണ്ടി പറഞ്ഞു. നെക്സ്റ്റ്
ഇവിടെയൊക്കെ ഞാൻ ചെയ്തത് എന്താണ്? എക്സെട്ര എക്സെട്ര എന്നിട്ടല്ലേ? ഇത് എക്സെട്ര അപ് ടു 100 എന്ന് പറഞ്ഞാൽ ഇതും എന്ത് തന്നെയാണ്? ഒരു സീക്വൻസ് ആണ് which contains finite number of terms. So this sequence is called a finite sequence. A sequence which has finite number of terms is called എന്താണ്? Finite sequence. Otherwise it is to be infinite sequence. അപ്പൊ ഈ ബാക്കി ഇതൊക്കെ എന്താണ്? ഇൻഫിനിറ്റ് സീക്വൻസിന് എക്സാമ്പിൾ. ഇതും എനിക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? 2, 4, 6 എക്സെട്ര അപ് ടു 50. അതും ഇപ്പൊ എന്തായി? ഒരു ഫൈനൈറ്റ് സീക്വൻസ് ആയി. ഇങ്ങനെ ഫൈനൈറ്റ് സീക്വൻസിനും ഇൻഫിനിറ്റ് സീക്വൻസിനും ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സീക്വൻസ് ആൻഡ് പ്രോഗ്രഷൻ. നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ എന്താണ് ഈ പ്രോഗ്രഷൻ? ഈ സീക്വൻസും പ്രോഗ്രഷനും ഒന്ന് തന്നെയാണോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പല കുട്ടികൾക്കുമുള്ള ഒരു ഡൗട്ടാണ്. ആക്ച്വലി പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു സീക്വൻസ് ആണ്. പ്രോഗ്രഷൻ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് സീക്വൻസ്. പക്ഷേ പ്രോഗ്രഷനിൽ ആ സീക്വൻസിന്റെ nth ടേം നമുക്കൊരു ഫോർമുലയായിട്ട് എഴുതുവാൻ സാധിക്കും. ഒരു പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ആ സീക്വൻസിന്റെ nth ടേം, പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു സീക്വൻസ് തന്നെയാണ്. അതിന്റെ nth ടേം നമുക്കൊരു ഫോർമുലയായിട്ട് എഴുതാൻ സാധിക്കും. ഫസ്റ്റ് കേസ് നോക്കി നോക്ക്. 1, 2, 3, 4 എക്സെട്ര 100 ആണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ nth ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആഡ് ചെയ്ത് പോകുന്നു. Tn ഈക്വൽ ടു എന്തെന്ന് പറയാം? നമുക്ക് n എന്ന് പറയാം. അതുപോലെ ഈ സീക്വൻസിന്റെ nth ടേം എന്താണ്? 2 ആഡ് ചെയ്ത് പോകുന്നു അല്ലെ? Tn ഈക്വൽ ടു 2n എന്ന് പറയാം. ഒരു ഫോർമുലയായിട്ട് nth ടേമിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഇതും നമുക്ക് സാധിക്കും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. അതൊരു പുതിയ സീക്വൻസ് ആണ്. അത് ഈ വർഷം നമ്മൾ വിശദമായി പഠിക്കും. അതുകൊണ്ട് അതിന്റെ nth ടേം പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്താണ്? പറഞ്ഞോളൂ. Tn ഈക്വൽ ടു ഇത് 2/1, ഇത് 2 സ്ക്വയർ, ഇതെന്താണ്? 2 ക്യൂബ്. അപ്പൊ എന്ത് ടേം എന്തായിരിക്കും? 2/n. ആ സീക്വൻസ് എന്താണെന്ന് വിശദമായി നമ്മൾ പിന്നാലെ പരിചയപ്പെടും. അതുപോലെ ഇതും നമുക്ക് എഴുതാൻ സാധിക്കും. 1/2/n എന്നൊക്കെ ഇതിന്റെ nth ടേം എഴുതാം. Tn ഈക്വൽ ടു 1/എന്താണ്? 2/n. 1/2, 1/2 സ്ക്വയർ, 1/2 ക്യൂബ് എക്സെട്ര നമുക്ക് ഗസ് ചെയ്ത് എഴുതാൻ സാധിക്കും. ഈ സീക്വൻസ് ഇതും എന്താണ്? ഒരു സീക്വൻസ്. ഇതിന്റെ nth ടേം എന്താണ്? 333 എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. അപ്പൊ ഇത് സീക്വൻസ് ആണ്. പക്ഷെ എന്തല്ല? പ്രോഗ്രഷൻ അല്ല. ഈ ആദ്യം പറഞ്ഞ 3 അല്ലെങ്കിൽ 4 എന്തിന് എക്സാമ്പിൾ ആണ്? പ്രോഗ്രഷൻ എക്സാമ്പിൾ ആണ്. ഇതെന്തല്ല? പ്രോഗ്രഷന് എക്സാമ്പിൾ അല്ല. ഇത് പ്രോഗ്രഷൻ ആണോ? ഇതും പ്രോഗ്രഷന് എക്സാമ്പിൾ അല്ല. ഇത് പ്രൈം നമ്പേഴ്സ് ആണ്. പക്ഷെ അതിന്റെ nth ടേം നമുക്ക് എഴുതുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഇതും എന്തല്ല? പ്രോഗ്രഷന് എക്സാമ്പിൾ അല്ല. സോ എന്താണ് പ്രോഗ്രഷനും സീക്വൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് എ സീരീസ്. എന്താണ് സീരീസ്? സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു. ആ സീക്വൻസിൽ തന്നെ ഒരു സ്പെഷ്യൽ കേസ് ആണ് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് എ സീരീസ്? ലെറ്റ് T1, T2, etc. Tn, etc. is a sequence. ഇതൊരു സീക്വൻസ് ആണ്. എങ്കിൽ the expression T1 plus T2 plus T3 plus etc. plus Tn plus etc. is called a series. എന്താണ്? A sequence. T1, T2. Consider the sequence T1, T2, T3, etc. Tn, etc. Then the expression T1 plus T2 plus T3 plus etc. plus Tn plus etc. is called എന്താണ്? A series. അപ്പൊ സീരീസിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഈ ഫോമായിട്ട് എടുത്തൊക്കെ എന്ത് കൊടുത്താൽ മതി? പ്ലസ് കൊടുത്താൽ മതി. 1 plus 2 plus 3 plus 4 plus etc. plus 100 which is an example for a series. അടുത്ത 2 plus 4 plus 6 plus etc. plus 50 example for a series. 1/2 plus 1/4 plus 1/8 plus etc. which is an example for a series. ഇതൊക്കെ സീരീസിന് എന്താണ്? എക്സാമ്പിൾ. ഞാൻ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യം ഇല്ല. So a sequence T1, T2, T3 etc. Tn etc. അതിനെ ഏത് ഫോമിൽ എഴുതണം? T1 plus T2 plus T3 plus etc. plus Tn plus etc. is called എന്താണ്? A series. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് what is a finite series? Very simple. A series having finite number of terms is called a finite series. Otherwise it is said to be an infinite series. Example 1 plus 2 plus 3 plus etc. plus 50 which is an example for a finite series because this series consists of finite number of terms. Same സംഗതി തന്നെ 1 plus 2 plus 3 plus etc. എന്നിട്ടാൽ which is an example for infinite series. ഇതിനകത്ത് infinite terms ഉണ്ട്. അതുകൊണ്ട് അതിനെ എന്ത് പറയും? Infinite series എന്ന് പറയും. Okay, നോക്കിക്കോളൂ. Consider the series T1 plus T2 plus T3 plus etc. plus Tn
ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്, സോ വിച്ച് ഈസ് ഫൈനൈറ്റ് സീരീസ്. ഇവനെ നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ, സമ്മേഷന്റെ നൊട്ടേഷൻ സിഗ്മ k ഈക്വൽ ടു 1 to n. സിഗ്മ k ഈക്വൽ ടു 1 to n. ഇവന്റെ സ്വഭാവം എങ്ങനെയാണ്? ടി കെ എന്ന് എഴുതാം. ഈ സിഗ്മ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സമ്മേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ കെക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? T1. അടുത്ത് 2 കൊടുക്കുമ്പോൾ T2, 3 കൊടുക്കുമ്പോൾ T3 എക്സെട്രാ. കെക്ക് n കൊടുത്താൽ Tn കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ സംഗതി കിട്ടുന്നത്. അതായത് T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് എക്സെട്രാ പ്ലസ് Tn സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സിഗ്മ k ഈക്വൽ ടു 1 to n Tk എന്ന് പറഞ്ഞാൽ കെക്ക് 1 കൊടുക്കുമ്പോൾ T1 പ്ലസ് കെക്ക് 2 കൊടുത്താൽ T2 പ്ലസ് ഈ സിഗ്മ സമ്മേഷൻ ആണ് T3 പ്ലസ് എക്സെട്രാ പ്ലസ് Tn. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫിനിറ്റ് സീരീസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അഗൈൻ വെരി സിമ്പിൾ, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to ഏത് വരെ ഉണ്ട്? ഇൻഫിനിറ്റി വരെ ഉണ്ട്. സോ ഇൻഫിനിറ്റിയുടെ നൊട്ടേഷൻ കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? Tk എന്ന് പറഞ്ഞാൽ എന്താണ്? T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് എക്സെട്രാ പ്ലസ് k ഈക്വൽ ടു n ആകുമ്പോൾ Tn കിട്ടും പ്ലസ് എക്സെട്രാ അപ് ടു എന്താണ്? ഇൻഫിനിറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു സീരീസ് മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം എക്സസൈസ്, ടെക്സ്റ്റിലെ ആദ്യത്തെ എക്സസൈസ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വലിയ പ്രാധാന്യമൊന്നുമില്ല, പക്ഷെ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ക്വസ്റ്റ്യൻ: the nth term of a sequence is Tn equal to n into n plus 1. Find its 20th term. എന്ന് പറഞ്ഞാൽ we have to find T20. ഒരു സീക്വൻസിന്റെ എന്ത് ടേം തന്നിട്ടുണ്ട്? വാട്ട് ഈസ് ഇറ്റ്സ് 20th ടേം? 20ാമത്തെ ടേം എന്താണ്? നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. സീക്വൽ ടു n ന് എന്ത് കൊടുത്താൽ 20 കൊടുത്താൽ 20 into 20 plus 1 that is 21. 21 into 2 എന്താണ്? 42. 420 എന്ന് കിട്ടും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടെ. Again, the nth term of a sequence Tn equal to -1 the whole raised to n plus 1 into 5 raised to n. Then find its fifth term. ഇത് nth term. We have to find എന്താണ്? fifth term. അപ്പൊ എന്ത് വരും? T5. n ന് 5 കൊടുക്കുക. -1 raised to 5 plus 1 എന്ത് കിട്ടും? 6 into 5 raised to n ന് എന്താ കൊടുക്കാൻ പറഞ്ഞേ? 5, which is equal to -1 raised to 6. -1 raised to even number വന്നാൽ answer is always +1. -1നെ 6 times മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. -1 the whole raised to ഓഡ് നമ്പർ വന്നാൽ ആൻസർ ഈസ് ഓൾവേസ് -1. ആ റിസൾട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. -1 the whole raised to n equal to 1 if n എന്താണ്? even. -1 if n is എന്താണ്? odd. n odd ആണെങ്കിൽ എല്ലായ്പ്പോഴും എന്ത് കിട്ടും? -1. -1 the whole raised to 100 എന്ന് പറഞ്ഞാൽ +1. -1 the whole raised to 201 എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? -1 raised to 201 എന്ന് പറഞ്ഞാൽ -1. കാരണം 201 ഒരു ഓഡ് നമ്പർ ആണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അറിഞ്ഞിരുന്നാൽ കൊള്ളാം. സോ ഇവന്റെ ആൻസർ ഇത് +1 is equal to 5 raised to 5. 5നെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ എന്ത് കിട്ടുമോ അത് തന്നെയാണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: the nth term of a sequence Tn equal to n by n plus 1. Find its first 5 terms. ഈ സീക്വൻസിലെ ആദ്യത്തെ 5 ടേംസ് കണ്ടെത്തുക. ഇത് ഒരു പർട്ടിക്കുലർ ടേം മാത്രം കാണാൻ ചോദിച്ചു. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? കൺസിഡർ ദ സീക്വൻസ് ഹൂസ് nth ടേം Tn equal to n by n plus 1. Find first term of this first 5 terms of this sequence. ഈ സീക്വൻസിന്റെ ആദ്യത്തെ 5 ടേംസ് കണ്ടെത്തുക. വെരി സിമ്പിൾ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് ടേം T1. n ന് 1 കൊടുക്കുക. 1 by 1 plus 1 that is എന്താണ്? 1/2. നെക്സ്റ്റ് എന്താണ്? സെക്കൻഡ് ടേം T2 equal to n ന് 2 കൊടുക്കുക. 2 by 2 plus 1 that is 3. നെക്സ്റ്റ് T3 equal to n ന് 3 കൊടുക്കുക. എന്ത് കിട്ടും? 3 by 4. നെക്സ്റ്റ് n ന് 4 കൊടുക്കുക. എന്ത് കിട്ടും? 4 by 5. നെക്സ്റ്റ് 5 കൊടുത്താൽ എന്ത് കിട്ടും? ഫിഫ്ത്ത് ടേം equal to 5 by 6. വെരി സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ടെക്സ്റ്റിലെ മറ്റൊരു ക്വസ്റ്റ്യൻ: the sequence whose nth term Tn equal to 2n minus 3 by 6. Find first 5 term of this sequence. ടെക്സ്റ്റിലെ ചില പ്രോബ്ലംസ് പരിചയപ്പെടുത്തുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. വെരി സിമ്പിൾ. പേടിയും കാണത്തില്ല. ഓക്കെ. Tn equal to 2n minus 3 by 6. We have to find first 5 terms of this sequence. So T1 equal to n ന് 1 കൊടുക്കുക. n ന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 minus 3 that is -1 by 6.
ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മൾ +1 വിദ്യാർത്ഥികളാണ്, നോ പ്രോബ്ലം. നെക്സ്റ്റ് എന്നിന് എന്ത് കൊടുക്കുക, 2 കൊടുക്കുക, അപ്പൊ T2 കിട്ടും. സെക്കൻഡ് ടൈം എന്നിന് 2 കൊടുക്കുക, 2 to 2 4, 4 - 3 1, so 1/6. നെക്സ്റ്റ് എന്നിന് 3 കൊടുക്കുക, എന്നിന് 3 കൊടുത്താൽ 3 × 6 6, 6 - 3 6 - 3 6 - 3 3, 3/6, 3/6 നെ സിംപ്ലിഫൈ ചെയ്ത് 1/2 എന്ന് എഴുതാം. നെക്സ്റ്റ് ഫോർത്ത് ടൈം T4 എന്നിന് എന്ത് കൊടുക്കുക, 4 കൊടുക്കുക, 4 × 2 8, 8 - 3 5, 5/6. നെക്സ്റ്റ് T5 ഫിഫ്ത് ടേം which is equal to എന്ത് കിട്ടും, 5 കൊടുക്കുക, 10 - 3 that is എന്താണ് 7/6 എന്ന് എഴുതാം. സോ ഈ പ്രോബ്ലം എന്തായിരുന്നു, എന്ത് ടേം തന്നു, നമുക്ക് എന്ത് എഴുതാൻ പറഞ്ഞു, എന്ത് കണ്ടെത്താൻ പറഞ്ഞു, ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. വളരെ സിമ്പിൾ ആണെന്നാണ് എന്റെ വിശ്വാസം. A sequence whose nth term Tn equal to -1 the whole raised to n into 2 raised to n. Find first 5 terms of this sequence. ഈ സീക്വൻസിന്റെ ആദ്യത്തെ 5 ടേം കണ്ടെത്തുക. And obtain the corresponding series. അതിൽ നിന്ന് അതിന്റെ സീരീസ് എഴുതുക, ആ സീക്വൻസിന്റെ സീരീസ് എഴുതുക. And obtain the corresponding series. ഇതാണ് ക്വസ്റ്റ്യൻ. So first of all we have to find first 5 terms. For that T1 ആദ്യത്തെ ടേം കാണാൻ എന്നിന് 1 കൊടുക്കുക, -1 the whole raised to 1 that is മൈനസ് എന്നറിയാം, -1. Next 2 raised to 1 2, so first term -2. Second term T2 equal to എന്നിന് എന്ത് കൊടുക്കുക, 2 കൊടുക്കുക, -1 the whole square + 1, 1 × 2 square that is 4. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം എന്നാണ് എന്റെ വിശ്വാസം. T3 equal to എന്നിന് 3 കൊടുക്കുക, -1 the whole cube, ഓഡ് വന്നാൽ നോക്കാനൊന്നുമില്ല, -1 into 2 cube that is 8, -1 into 8 that can be written as -8. Next what is T4, എന്നിന് 4 കൊടുക്കുക, -1 the whole raised to 4 + 1 into 2 raised to 4, 2നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 16 എന്ന് കിട്ടും. നെക്സ്റ്റ് T5 equal to എന്നിന് 5 കൊടുക്കുക, -1 the whole raised to 5 that is -1 മൈനസ് വരും, 2 raised to 5 that is 32. സോ ലാസ്റ്റ് ടേം എന്ത് കിട്ടും, -32 എന്ന് നിങ്ങൾക്ക് കിട്ടും. Now the sequence is, നമ്മൾ 5 ടേംസ് കണ്ടുപിടിച്ചു, ഇനി സീക്വൻസ് ജസ്റ്റ് കോമ ഇട്ട് എഴുതുക. -2, 4, third term -8, അടുത്ത 16, എന്താണ് -32 which is the sequence. നെക്സ്റ്റ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു, എന്തായിരുന്നു, and obtain the corresponding series. സീരീസ് എങ്ങനെയായിരുന്നേ, കോമയ്ക്ക് പകരം പ്ലസ് കൊടുക്കുക, -2 + 4 + -8 -1 ബ്രാക്കറ്റ് കൊടുത്തു, +16 + -32 + etc. which is the required series. ഇതേപോലെ കഴിഞ്ഞ നേരത്തെ ചെയ്ത ഈ പ്രോബ്ലത്തിലൊക്കെ ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എന്ത് ടേം തന്നു, ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിച്ചു, ആൻഡ് ഒബ്റ്റെയിൻ ദ കറസ്പോണ്ടിങ് സീരീസ് എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ സീരീസ് എന്തെഴുതുമായിരുന്നു, 1/2 പ്ലസ് നെക്സ്റ്റ് സെക്കൻഡ് ടേം 2/3 പ്ലസ് നെക്സ്റ്റ് 3/4 പ്ലസ് നെക്സ്റ്റ് എന്താണ് 4/5 പ്ലസ് എക്സെട്ര അല്ലെ എന്ന് എഴുതാം. നമുക്ക് ഫസ്റ്റ് 5 ടേംസ് അല്ലേ, 4/5 പ്ലസ് ഒരു ടേം കൂടെ എഴുതുക, 5/6 പ്ലസ് എക്സെട്ര അല്ലെ. 7 ടേം ആണെങ്കിൽ 7 ടേം വരെ എഴുതുക, പ്ലസ് എക്സെട്ര എഴുതുക. ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, T1 equal to 3 and Tn equal to 3 into Tn-1 plus 2 for all n greater than 1. ഈ നൊട്ടേഷൻ എന്താണ്, for all എന്ന് വേർഡ്സിൽ എഴുതുന്നതിന് പകരമുള്ള മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ ആണ്. For all n greater than 1. Find first 5 terms of this sequence. ഈ സീക്വൻസിന്റെ ആദ്യത്തെ 5 ടേം കണ്ടെത്തുക. And obtain the corresponding series. And the corresponding series എഴുതുക. So എന്താണ്, we have to find first 5 terms of this sequence and we have to write the series. So first of all T1 first term എന്തെന്നറിയാം, 3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Next we have to find second term T2. അതിനുവേണ്ടി ഈ ഫോർമുലയിൽ എന്നിന് എന്ത് കൊടുക്കണം, 2. എന്നിന് 1 കൊടുക്കാൻ പാടില്ല, ഗ്രേറ്റർ ദാൻ 1 വരുന്ന വാല്യൂസ് മാത്രമേ ഇവിടെ കൊടുക്കാവൂ. സോ ക്ലിയർലി വി ക്യാൻ ഗീവ് എന്താണ്, n equal to 2. എന്നിന് 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 3 into എന്നിന് 2 ആണ്, 2 minus 1 അപ്പൊ എന്ത് കിട്ടും, T1 പ്ലസ് എന്താണ് 2 which is equal to 3 into T1. T1 എന്ന് പറഞ്ഞാൽ 3 into 3 9 plus 2 11. Next we have to find third term. So put n equal to 3 in this equation. 3 into T, 3 minus 1 T2 plus 2 which is equal to what is T2? തൊട്ട് മേളിൽ കിട്ടി 11. So 3 into 11 33 plus 2 എന്താണ് 35.
നെക്സ്റ്റ് T4 4 കൊടുക്കുക. 4 കൊടുക്കുക. 4 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3 into 4 minus 1 T3 plus 2 which is equal to 3 into 35. 3 into 35 എന്ത് കിട്ടും? 35 70 105. 105 plus 2 107 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ വ്യത്യസ്തം ചെയ്യാം, അല്ലാതെയും ചെയ്യാൻ പറ്റും. T5 again put n equal to 5 in this equation. 3 into T എന്ത് കിട്ടും? 5 minus 1 4 plus എന്താണ് 2 which is equal to 3 into T4 107 107 into 3 300 321 323 എന്ന് കിട്ടും. എന്താണ് കിട്ടുന്നത്? 323. 3 into 107 plus 2 simplify ചെയ്യുമ്പോൾ 323. So sequence is comma ഇട്ട് എഴുതുക. First term 3, second term 11, next എന്താണ് 35, next 107 and എന്താണ് 323 which is the required sequence. Next we have to write the series. Series എന്ന് പറഞ്ഞാൽ കോമയ്ക്ക് പകരം പ്ലസ് കൊടുത്താൽ മതി. 3 plus 11 plus 35 plus 107 plus 323 plus etc. which is the required series. ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. Next question. T1 equal to T2 equal to 1 and Tn equal to Tn minus 1 plus Tn minus 2, comma n greater than 2. Find first 5 terms of this sequence. Also obtain the corresponding series. Series കൂടെ എഴുതേണ്ടതുണ്ട്. So first of all we have to find എന്താണ് first 5 terms. T1 T2 രണ്ടും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. T1 equal to 1, T2 equal to also 1. Next we have to find T3. For that n equal to 3 എന്ന് ഇവിടെ കൊടുക്കണം. കൊടുക്കാൻ പറ്റും, കാരണം greater than 2 വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് കൊടുക്കാം. So n equal to 3 കൊടുത്താൽ എന്ത് കിട്ടും? ഈ ഇക്വേഷൻ n-ന് 3 കൊടുത്താൽ T3 minus 1 that is T2 plus T3 minus 2 that is T1 equal to T2 plus T1 1 plus 1. T1 and T2 already നമുക്കറിയാം. 1 plus 1 that is 2. Next we have to find T4. ഇവിടെ n-ന് 4 കൊടുക്കുക. So 4 minus 1 T3 plus 4 minus 2 T2 which is equal to T3 plus T2. T3 എന്ന് പറഞ്ഞാൽ 2 plus T2 എന്ന് പറഞ്ഞാൽ 1 is equal to എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. Next we have to find T5. എന്താണ് T5 ആയിരിക്കും? നിങ്ങൾക്കറിയാം. T4 plus എന്താണ്? T3 is equal to T4 എന്ന് പറഞ്ഞാൽ 3 plus T3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. Now the terms are 1, 1, 2, 3, അല്ലേ? നെക്സ്റ്റ് എന്താണ്? 3 plus 2 equal to 5 അല്ലേ? 5 which is the required sequence. ആദ്യത്തെ 5 ടേം എഴുതി. ഇനി സീരീസിൽ എഴുതാൻ പറഞ്ഞാൽ എന്താണ്? 1 plus 2 plus 3 plus 5 plus etc. ഈ സീക്വൻസിന് ഒരു പേര് പറയും, അല്ലെ? ഒരു പ്രത്യേക പാറ്റേണിലാണ് പോകുന്നത്. 1, 1, 2, 3, 5. നെക്സ്റ്റ് ടേം എന്തായിരിക്കും? കണ്ടെത്തിയോ? കണ്ടെത്തി കാണും. നെക്സ്റ്റ് ടേം എന്താണ്? 8 ആയിരിക്കും. നെക്സ്റ്റ് ടേം എന്തായിരിക്കും? കിട്ടിയോ? കിട്ടി. എന്താണ്? 13 ആയിരിക്കും. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? തൊട്ടിപ്പുറത്തെ ഈ 8 അല്ലെ, ഇവിടെ ഈ ടേം കിട്ടണമെങ്കിൽ ഈ തൊട്ട് പ്രൊസീഡിംഗ് ആയിട്ടുള്ള ഈ 2 ടേം ആഡ് ചെയ്യുക. 2 plus 3 equal to 5, 3 plus 5 equal to 8, 5 plus 8 equal to എന്താണ്? 13. അങ്ങനെയാണ് പോകുന്നത്. ആദ്യത്തെ 2 ടേം 1. നെക്സ്റ്റ് എന്താണ്? ഈ 1 plus 1 2, 1 plus 2 3, 2 plus 3 5, 3 plus 5 8. അങ്ങനെ പോകുന്ന ഒരു സ്പെഷ്യൽ സീക്വൻസ് ആണ്. This sequence is called Fibonacci sequence. Fibonacci എന്ന മാത്തമെറ്റീഷ്യൻ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഈ സീക്വൻസിനെ ഫിബോണക്കി സീക്വൻസ് എന്നും ഇതിനെ ഫിബോണക്കി സീരീസ് എന്നും പറയാൻ കാരണം. വെറുതെ ഒരു പേര് അതിനപ്പുറത്തൊന്നും പ്രാധാന്യമില്ല, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. സോ എന്താണ് സീക്വൻസ്? എന്താണ് സീരീസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സീക്വൻസ് ആൻഡ് പ്രോഗ്രഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് 2 സ്പെഷ്യൽ സീക്വൻസും അവയുടെ പ്രോപ്പർട്ടീസുമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചു കഴിഞ്ഞു. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, AP എന്ന് പറയും. വാട്ട് ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? ഒരു ഫിക്സഡ് കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. So what is an arithmetic progression? An arithmetic progression is a sequence in which terms are regularly increases or decreases by the same constant. ഒരു സെയിം കോൺസ്റ്റന്റ് തന്നെ എന്താണ്? ആഡ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ എന്താണ്? സബ്ട്രാക്ട് ചെയ്ത് പോകുന്നു. Such a sequence is called an arithmetic progression. ഇത് വിശദമായി നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ മാത്തമെറ്റിക്കലായിട്ട് പറഞ്ഞാൽ a sequence A1, A2, A3, etc., AN, etc. is said to be an arithmetic progression if
a n plus 1 minus a n equal to a fixed constant. തൊട്ടപ്പുറത്തെ ടേമിൽ നിന്ന് ഇപ്പുറത്തെ ടേം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഒരു ഫിക്സഡ് കോൺസ്റ്റന്റ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് സീക്വൻസ് ഈസ് കോൾഡ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ദ ഫിക്സഡ് കോൺസ്റ്റന്റ് d ഈസ് കോൾഡ് കോമൺ ഡിഫറൻസ് എന്ന് പറയും. ശരിയല്ലേ? a2 നിന്ന് a1 സബ്ട്രാക്ട് ചെയ്താലും a3 നിന്ന് a2 സബ്ട്രാക്ട് ചെയ്താലും a നിന്ന് an -1 സബ്ട്രാക്ട് ചെയ്താലും an + 1 നിന്ന് an സബ്ട്രാക്ട് ചെയ്താലും ഫിക്സഡ് കോൺസ്റ്റന്റ് കിട്ടണം. സച്ച് സീക്വൻസസ് ആർ കോൾഡ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയും. ഓക്കെ, സോ ഇതിന്റെ പ്രോപ്പർട്ടീസും ബാക്കി കാര്യങ്ങളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ് ഇവിടെയും നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ ഒത്തിരി വ്യത്യസ്തമായ ഫോർമുലകൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 പ്രോപ്പർട്ടി പഠിപ്പിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. 1-2 എക്സാമ്പിൾസ് ഇവിടെ പരിചയപ്പെടുത്തിയതിനു ശേഷം പ്രോപ്പർട്ടീസിലേക്ക് പോകാം. അരിത്മെറ്റിക് പ്രോഗ്രഷന് എക്സാമ്പിൾ 2, 4, 6, 8 etc. 2 ആഡ് ചെയ്ത് പോകുന്നു, which is an example for arithmetic progression. മറ്റൊരു എക്സാമ്പിൾ 3, 6, 9, 12 etc. 3 ആഡ് ചെയ്ത് പോകുന്നു. മറ്റൊരു എക്സാമ്പിൾ -2, 0, 2, 4, 6 etc. എന്താണ്? 2 ആഡ് ചെയ്ത് പോകുന്നു. -2ന്റെ 2 ആഡ് ചെയ്യുമ്പോൾ 0, 0യുടെ 2 ആഡ് ചെയ്യുമ്പോൾ 2, അല്ലെ? 2 ആഡ് ചെയ്ത് പോകുന്നു. അനദർ എക്സാമ്പിൾ -25, -30, -35, -40 etc. ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണോ? അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. എന്താണ് ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത്? ഒരു -5 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. വേറെ ഭാഷയിൽ പറഞ്ഞാൽ 5 സബ്ട്രാക്ട് ചെയ്ത് പോകുന്നു, അല്ലെ? -25 -5 അപ്പോഴാണ് -30 കിട്ടുന്നത്. അടുത്ത് -30 -5 അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? -35. അതായത് ഒരു -5 ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് -5, which is also an example for arithmetic progression. ഇങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് എഴുതാം, അതിലേക്കൊന്നും പോകുന്നില്ല. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഫോർമുല. ഫസ്റ്റ് ഫോർമുല സിമ്പിൾ 1. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു t2 മൈനസ് t1. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഒത്തിരി ഫോർമുലകൾ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് ഇത് മാത്രം മതിയാകും. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. തൊട്ടപ്പുറത്തെ ടേമിൽ നിന്ന് ഇപ്പുറത്തെ ടേം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആക്ച്വലി കോമൺ ഡിഫറൻസ്. സോ d ഈക്വൽ ടു t2 മൈനസ് t1. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫോർമുല. വാട്ട് ഈസ് ദ nth ടേം? ജനറൽ ടേം കാണുന്ന ഫോർമുല. ഞാനിവിടെ tn എന്ന് കൊടുക്കുന്നു. നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ xn എന്ന് പഠിച്ചു കാണും. ചിലർ an എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെയാണ്. ഒത്തിരി നൊട്ടേഷൻസ് യൂസ് ചെയ്ത് കൺഫ്യൂഷൻ ആക്കേണ്ട. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചു, ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ nth ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? tn. സോ എന്താണ് tn? ഒരു എപിയുടെ ഫസ്റ്റ് ടേം a, സെക്കൻഡ് ടേം എന്താണ്? f പ്ലസ് d. തേർഡ് ടേം എന്താണ്? f പ്ലസ് 2d. ഫസ്റ്റ് ടേം a, അടുത്ത സെക്കൻഡ് ടേം കിട്ടാൻ ഒരു d കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. അടുത്ത ടേം കിട്ടാൻ വീണ്ടും d ആഡ് ചെയ്തു. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. അടുത്ത ഫോർത്ത് ടേം വരുമ്പോൾ എന്ത് കിട്ടി? f പ്ലസ് 3d. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇതെന്താണ്? ഫോർത്ത് ടേം. എങ്കിൽ സെവന്ത് ടേം എന്തായിരിക്കും? ഫോർത്ത് ടേം വന്നപ്പോൾ ഫോർമുല f പ്ലസ് 3d. എങ്കിൽ സെവന്ത് ടേം വരുമ്പോൾ f പ്ലസ് 6d. എങ്കിൽ വാട്ട് ഈസ് ദ 100th ടേം? t100 ഈക്വൽ ടു f പ്ലസ് 99d. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് tn? f പ്ലസ് f പ്ലസ് f പ്ലസ് ജനറലൈസ് ചെയ്യുമ്പോൾ f പ്ലസ്. ഫോർത്ത് വന്നപ്പോൾ 3d വന്നു, സെവന്ത് വന്നപ്പോൾ 6d വന്നു, 100 വന്നപ്പോൾ 99 വന്നു. എങ്കിൽ എന്ത് വരുമ്പോൾ n-1 into d. സിമ്പിൾ ഫോർമുല നിങ്ങൾക്കറിയാം. tn ഈക്വൽ ടു f പ്ലസ് n-1 into d. മറ്റൊരു ഫോർമുല 10ാം ക്ലാസ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്, ഞാൻ അത് പരിചയപ്പെടുത്തുന്നില്ല, അത് നിങ്ങളുടെ മനസ്സിൽ ഇരുന്നോട്ടെ. ഓക്കെ, നമ്മൾ എല്ലാ പ്രോബ്ലം ഈ ഫോർമുല യൂസ് ചെയ്താണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൽ നിന്ന് തന്നെ സിംപ്ലിഫൈ ചെയ്തെടുക്കുന്ന മറ്റൊരു ഫോർമുല, ഈ n കാണുന്ന ഫോർമുല. ഓർക്കുക, ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം. വേണമെങ്കിൽ ഇവിടെ t1 എന്ന് കൊടുക്കാം, ഞാൻ അത് കൊടുക്കുന്നില്ല. a എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? t1, ഫസ്റ്റ് ടേം തന്നെയാണ്. ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്ന മറ്റൊരു ഫോർമുല, ഈ സ്മോൾ ലെറ്റർ n-ന്റെ ഫോർമുല. നമ്പർ ഓഫ് ടേംസ് ഇൻ ആൻ AP. ഒരു APയിലെ നമ്പർ ഓഫ് ടേംസ് കാണുന്ന ഫോർമുല tn മൈനസ് ഈ പ്ലസ് ഇപ്പത്തൊരു മൈനസ് a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം t1, tn മൈനസ് t1 ബൈ എന്താണ്? d പ്ലസ് 1. ഈ ഫോർമുല തന്നെയാണ്, അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയെന്ന് മാത്രം.
ഓക്കെ, സോ n ഈക്വൽ ടു tn മൈനസ് t1 ബൈ d പ്ലസ് എന്താണ് 1 നമ്പർ ഓഫ് ടേംസ് ഇൻ ആൻ AP. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല, സം ടു n ടേംസ് ഓഫ് ആൻ AP. ഒരു AP യുടെ n ടേംസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം എന്തായിരിക്കും? സം ടു n ടേംസ് ഓഫ് ആൻ AP. ഇതെല്ലാം 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഫസ്റ്റ് വൺ സിമ്പിൾ വൺ, n ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം t1 പ്ലസ് ലാസ്റ്റ് ടേം nth ടേം അതാണ് tn. നിങ്ങൾ ചിലപ്പോൾ x1 പ്ലസ് xn എന്നായിരിക്കും പഠിച്ചത്. നമ്മൾ പ്ലസ് വണ്ണിലെല്ലാം t വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, വേറെ ഒരു പ്രശ്നവും ഇല്ല. നെക്സ്റ്റ് വൺ, അനദർ ഫോർമുല. ഇത് ലാസ്റ്റ് ടേം nth ടേം അറിയാമെങ്കിൽ മാത്രമേ ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത കേസിൽ സം ടു n ടേംസ് കാണുന്ന ഫോർമുല n ബൈ 2 ഇൻറ്റു 2a, a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അല്ലേ, നിങ്ങൾക്ക് ഒത്തിരി പരിചയമുള്ള ഒരു ഫോർമുല, ഒത്തിരി പ്രോബ്ലം 10th സ്റ്റാൻഡേർഡ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. Sn ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. നെക്സ്റ്റ് വൺ, if a, b, c are in AP, എയും ബിയും സിയും എപ്പിയിലാണെങ്കിൽ കണ്ടീഷൻ 2b ഈക്വൽ ടു എ പ്ലസ് സി, അല്ലെങ്കിൽ മിഡിൽ ടേം ബി ഈക്വൽ ടു എന്താണ്? എ പ്ലസ് സി ബൈ 2. സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് വൺ ബൈ 2 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മിഡിൽ ടേം കാണുന്ന ഫോർമുല, ഇഫ് എ, ബി, സി ആർ ഇൻ എപി, ദെൻ മിഡിൽ ടേം ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2. അങ്ങനെ ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് 2b ഈക്വൽ ടു എന്തെന്ന് എഴുതി? എ പ്ലസ് സി. ലാസ്റ്റ് ഫോർമുല, the arithmetic mean of two numbers a and b. a എന്ന നമ്പറും b എന്ന നമ്പറും തന്നിട്ടുണ്ട്. അതിന്റെ അരിത്തമെറ്റിക് മീൻ കാണുന്ന ഫോർമുല വെരി സിമ്പിൾ. അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ ടു നമ്പേഴ്സ് a and b ഈസ് എന്താണ്? a plus b by 2. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഫോർമുലാസ് തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തിയത്. ഇത് ഭംഗിയായി പഠിക്കൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സീക്വൻസ്, സീരീസ്, സീക്വൻസ്, പ്രോഗ്രഷൻ തമ്മിലുള്ള ഡിഫറൻസ്, 10ാം ക്ലാസ്സിൽ പഠിച്ച അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഡെഫിനിഷൻ പറഞ്ഞു, അതിന്റെ ചില പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇതിന്റെ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.